ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്താണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്? നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്യാൻ. ഓക്കെ, കർമ്മ എന്താണ്? നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഓക്കെ, എന്ത് ചെയ്യുന്നു? കോൺഷ്യസ്ലി എന്ത് ചെയ്യുന്നു? അൺകോൺഷ്യസ്ലി എന്ത് ചെയ്യുന്നു? ആൻഡ് നിങ്ങൾ എന്ത് പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് കർമ്മ മീൻസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. നോ. ഓക്കെ, പലപ്പോഴും കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ ആൻഡ് പഠിച്ചിട്ട് അത് എങ്ങനെ ലോകത്തിന് വേണ്ടി നിങ്ങൾക്ക് അത് ഉപകരിക്കാം അല്ലെങ്കിൽ ഉപകാരപ്പെടാം, ലോകത്തിന് എങ്ങനെ അത് നിങ്ങൾക്ക് കൊടുക്കാം, ഓക്കെ, എങ്ങനെ ആൾക്കാരെ സഹായിക്കാം, അതാണ് ആക്ച്വലി കർമ്മ എന്ന് പറയുന്നത്. പ്ലസ് നമ്മൾ കോൺഷ്യസ്ലി എത്ര എഫേർട്ട് ഇടുന്നു സ്വന്തം ലൈഫ് ആൻഡ് മറ്റൊരാളുടെ ലൈഫ് നന്നാക്കാൻ. ഓക്കെ, ആൻഡ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി എങ്ങനെ നമ്മൾ തെറ്റുകൾ ചെയ്താൽ അതിനെ എത്ര അംഗീകരിക്കുന്നു. ചില ആൾക്കാർ തെറ്റുകൾ ചെയ്താൽ അംഗീകരിക്കില്ല. ഓക്കെ, സോ അവർക്ക് നെഗറ്റീവ് കോൺസിക്വൻസസ് എടുക്കേണ്ടി വരും. എന്തിന്? സോ ദാറ്റ് ദേ ക്യാൻ ലേൺ ദാറ്റ് ലെസൺ. ഓക്കെ, ചില ആൾക്കാർ ഒരു തെറ്റ് ചെയ്താൽ അതിനെ അംഗീകരിക്കും, സമയത്തിന് തന്നെ അംഗീകരിച്ച് അതിനെ തിരുത്തും. സോ അതിലൂടെ മറ്റാൾക്കാർക്ക് പ്രചോദനമാകും. ഓക്കെ, സോ ഇവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഇനി നെഗറ്റീവ് കർമ്മം ഉണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റി വെക്കാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാം. യെറ്റ് ഇതൊരു ഓപ്പൺ റീഡിംഗ് ആണ്. ഓപ്പൺ റീഡിംഗ് ഇൻ ദ സെൻസ് എല്ലാ മെസ്സേജസ്, വാട്ട് എവർ മെസ്സേജസ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്, നിങ്ങളുടെ ഏഞ്ചൽസ് ആൻഡ് കർമ്മ ഹാൻഡിൽ ചെയ്യുന്ന ഏഞ്ചൽസ് നൽകുന്നു. ഓൾറൈറ്റ്, അതായിരിക്കും ഇവിടെ പറയുന്നത്. സോ ഞാനിവിടെ കോൾ അപ്പോൺ ചെയ്യുന്നത് ആർക്കേഞ്ചൽ സെഡ്ഗീൽ ആൻഡ് ആർക്കേഞ്ചൽ മെറ്റട്രോണിനെയാണ്. സോ let them guide us. Okay, so group 1 and group 2 select cheyam. This is group 1, break the chain, and this is group 2, share your voice. Break the chain and share your voice. Cards noki select cheyam, timestamp noki select cheyam. So let's start with group 1. ഹലോ ഗ്രൂപ്പ് വൺ ചൂസ് ചെയ്തത് ബ്രേക്ക് ദ ചെയിൻ, ആൻസെസ്ട്രൽ പാറ്റേൺസ്, ഹീലിംഗ്, റീറൈറ്റിംഗ് ദ ഫ്യൂച്ചർ. സോ ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത പ്രേക്ഷകർക്ക് അവരുടെ ആൻസെസ്ട്രൽ പാറ്റേൺസ് ആണ് ബ്രേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ യു ഹാവ് ബീൻ ചോസൺ ബൈ യുവർ ആൻസെസ്റ്റേഴ്സ്. ഓക്കെ, നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ പല ലവ് വൺസ്, ഓക്കെ, ഏതൊക്കെ ആൻസെസ്ട്രൽ ഫോമിലാണോ ഇപ്പോൾ ആൻസെസ്ട്രൽ റെലമിൽ, അവരാണ് നിങ്ങളെ ചോസ് ചെയ്തിരിക്കുന്നത്. എന്തിന്? അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ പോയ പാറ്റേൺസ് നിങ്ങളിലൂടെ ബ്രേക്ക് ചെയ്യാൻ. സോ ദാറ്റ് മീൻസ് നിങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരെക്കാട്ടിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഓക്കെ, സോ അത് ബ്ലോക്കേജസിൻ്റെ ഫോം ആകാം, ബിട്രയലിൻ്റെ ഫോം ആകാം, സ്ട്രഗിൾസിൻ്റെ ഫോമിലാകാം. ഓക്കെ, നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾസ് വരുന്നതും. പക്ഷേ നിങ്ങളെ കണ്ടാൽ ആർക്കും തോന്നുകയില്ല ദാറ്റ് നിങ്ങൾ സ്ട്രഗിൾസിലൂടെ പോകുന്ന ഒരാളാണെന്ന്. ബിക്കോസ് നിങ്ങൾ ആൾക്കാരോട് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളല്ല. പ്ലസ് നിങ്ങളുടെ സ്ട്രഗിൾസ് നിങ്ങളിൽ തന്നെ വെച്ച് അതിൽ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ആൻസെസ്ട്രൽ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഹോൾ DNA, നിങ്ങളുടെ ഹോൾ ആൻസെസ്റ്റേഴ്സിനെ ഹീൽ ചെയ്യുക. അതാണ് നിങ്ങളുടെ ദൗത്യം. സോ ലെറ്റ് സി എങ്ങനെ നിങ്ങൾക്ക് ഈ കർമ്മ പാറ്റേൺ മാറ്റിയെടുക്കാൻ പറ്റും. ഡിവൈൻ ആർക്കേഞ്ചൽ, ഗോഡ്സസ്, guardian angels, archangel Zadkiel, archangel Metatron, please show us how group 1 can rewrite their karma or can overcome their karmic lessons. Nine of Cups, Knight of Cups, King of Cups, the Moon, Two of Pentacles. പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ
ഫ്രണ്ട് എന്നും പറയാം ആൻഡ് എനിമി എന്നും പറയാം. ഓക്കെ, വൈ? നിങ്ങളുടെ ഇമോഷൻസെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയ, ഓക്കെ, ഓവർ റിയാക്ഷൻ. ഓക്കെ, പല പ്രേക്ഷകരും പല ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വലിയ വലിയ കാര്യങ്ങളായിട്ടോ നിങ്ങൾ പെട്ടെന്നാണ് ഓവർ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം പേഷ്യൻസ് വെക്കണം, നിങ്ങൾക്കറിയാം ദാറ്റ് എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത്, നിങ്ങൾക്കറിയാം പെട്ടെന്നൊരു റിപ്ലൈ കൊടുക്കല്ല. പക്ഷേ അറ്റ് ദ മൂമെൻറ്റ് ഓഫ് ദാറ്റ് ഹീറ്റ്, ഓക്കെ, ഒരു ആർഗ്യുമെൻറ്റ് നടക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ വന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കിന് പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ജോൾട്ടിങ് ഇഫക്റ്റ് നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്ലോഡ് ആയി പോകുന്നു. ഓക്കെ, സോ ഇവിടെ പറയുന്നത്, സി, ലുക്ക് അറ്റ് ദാറ്റ്. ഓക്കെ, ലുക്ക് അറ്റ് ദാറ്റ്. ഫൈൻ. ഓക്കെ, സോ നിങ്ങളുടെ ഇമോഷൻസ് ആണ് നിങ്ങളുടെ കാർമിക് ലെസൺസ് ഇല്ലാതാക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസിനെ. സോ ഇതെങ്ങനെ അറിയാൻ പറ്റും? ഏതൊക്കെ പ്രേക്ഷകർ പെട്ടെന്ന് എക്സ്പ്ലോഡ് ആകുന്ന നേച്ചറാണോ, ഏതൊക്കെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതാണോ, ഏതൊക്കെ പ്രേക്ഷകർ പെട്ടെന്ന് ഒരാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണോ, ഓക്കെ, തിരിച്ചും ഓപ്പോസിറ്റ് രീതിയിലേക്ക് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ഏതൊക്കെ പ്രേക്ഷകർ വളരെ ശാന്തമാണോ, ഓക്കെ, എത്ര നോൺസെൻസ് ഒരു കാര്യം പറഞ്ഞാൽ, എത്ര മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാലും നിങ്ങൾ പ്രതികരിക്കത്തില്ല. ഓക്കെ, ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് എല്ലാം. ഓക്കെ, ആൻഡ് എവിടെ നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കണം അതും നിങ്ങൾ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ അതും ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പീസ്, ഓക്കെ, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ചെറിയ വേൾഡിൽ ചെറിയ ഒരു സ്ഥലത്തുള്ള സമാധാനത്തെയാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവർ എഗെയിൻ ഓപ്പോസിറ്റ് രീതിയിൽ പ്രതികരിക്കുക. ശാന്തമുള്ളവർ ദേഷ്യമുള്ളവർ ശാന്തപ്പെടാൻ തുടങ്ങും. ബിക്കോസ് എവിടെയും നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ അവിടെ നിങ്ങളുടെ ഈ കർമ്മിക് റിലേഷൻഷിപ്പ്, ഈ ആൻസെസ്ട്രൽ പാറ്റേൺ നിങ്ങളുടെ ബ്രേക്ക് ആകുന്നതാണ്. ഓക്കെ, എന്ന് വെച്ച് ശാന്തമായവർ അങ്ങ് ഒത്തിരി എക്സ്പ്ലോഡ് ആകണം എന്നല്ല ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പ്ലോഡ് ആകുന്നവർ ഒന്നും മിണ്ടാതെ ഇരിക്കണം എന്നതുമല്ല. പക്ഷേ ആവശ്യത്തിനുള്ള സംസാരിക്കുക, ആവശ്യത്തിന് കാര്യങ്ങൾ പറയുക, വേണ്ടാത്തടത്ത് മിണ്ടാതിരിക്കുക, ആ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സംതൃപ്തി നിങ്ങളുടെ ആൻസെസ്ട്രൽ കർമ്മ, ആൻസെസ്ട്രൽ പാറ്റേണിൽ നിന്ന് വെളിയിലിറങ്ങാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ സ്പിരിച്വൽ ലെവലിലുള്ള നിങ്ങളുടെ ബോഡിയെ ബാലൻസിൽ കൊണ്ടുവരും. അത് നിങ്ങളുടെ ഫൈനാൻസസിന് ഒരു ബൂസ്റ്റ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, സോ ആൻസെസ്ട്രൽ പാറ്റേൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസ് ആക്കൂ. 2, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെ അതിനെ 1 by 1 പൂർത്തീകരിക്കാൻ തുടങ്ങൂ. നോ മാറ്റർ ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് എത്രയാണെങ്കിലും. ഇപ്പോൾ 60 വയസ്സാണ് എന്നെ കാണിക്കുന്നത്. 60 വയസ്സുള്ള ഒരു വ്യക്തി ആണെങ്കിൽ പോലും എന്ന് വരെ നിങ്ങൾ ജീവനോടിരിക്കുന്നു അന്ന് വരെ നിങ്ങൾക്ക് എന്താണുള്ളത്? നിങ്ങളുടെ കയ്യിൽ ഈ ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. എന്ന് വെച്ച് 60 വയസ്സ് ഞാൻ ഒരു നമ്പർ പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് 60 വയസ്സുകാരെ ടാർഗറ്റ് അല്ല ഞാൻ ചെയ്യുന്നത്. ആർക്കും, ഞങ്ങളെല്ലാവരും എന്ന് വരെ നമ്മൾ ജീവനോട് ഇരിക്കുന്നു അന്ന് വരെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ ലൈഫ് ടേൺ ചെയ്യാൻ. ഓക്കെ, ഇനി 70 വയസ്സായിക്കോട്ടെ, 80 വയസ്സായിക്കോട്ടെ, ഇഫ് യു ആർ ഇൻ ഗുഡ് ഹെൽത്ത്, ഗോ അഹെഡ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തെ ജീവിക്കാൻ തുടങ്ങും. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ആണ്. പെതുക്കെ കാര്യങ്ങൾ ചെയ്യൂ, പെതുക്കെ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യൂ, പെതുക്കെ നിങ്ങളെ സഹായിക്കുന്ന ആരൊക്കെ അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റുന്ന ആരൊക്കെ അവരോട് സഹായം ചോദിക്കൂ. ആൻഡ് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങളുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവർ, ഓക്കെ, അവരെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അവരെ ടോട്ടലി അവോയ്ഡ് ചെയ്യൂ. നിങ്ങളുടെ ലോകത്തോ നിങ്ങളുടെ ജീവിതത്തിലോ അങ്ങനത്തെ ആൾക്കാരേ ഇല്ല. ഓക്കെ, ആ ഒരു പാറ്റേണിൽ മുന്നോട്ട് പോകുക ഇഫ് യു വോണ്ട് ടു ലിവ് എ ഹാർമോണിയസ് ലൈഫ്. ഈ ആൾക്കാർ, ഏതൊക്കെ ആൾക്കാർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നോ അവർ ആ ആൻസെസ്ട്രൽ പാറ്റേൺ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് അവർ നിങ്ങൾക്കൊരു ട്രിഗർ പോയിൻ്റാണ് നൽകുന്നത്. ആ ട്രിഗർ പോയിൻറ്റിൽ ആരൊക്കെ ജയിക്കുന്നു, അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ജയിക്കുന്നു, അവർക്ക് ഓട്ടോമാറ്റിക്കലി പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ കഴിയും പെതുക്കെ. ഏതൊക്കെ മെമ്പേഴ്സിന് ആ ട്രിഗർ പോയിൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല
അവർക്ക് പിന്നെയും ഇതേ ബുദ്ധിമുട്ടുകൾ, ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും എന്ന് വരെ അവർ ആ ലെസൺ പഠിക്കുന്നില്ല. ഓക്കെ, let's see what else. Knight of Wands, Three of Pentacles, Seven of Pentacles and Page of Pentacles. So ഇവിടെ പറയുന്നത് പ്രേക്ഷകർ അതോറിറ്റി എടുക്കാൻ തുടങ്ങും. സോ ആൻസസ്ട്രൽ ഹീലിങ്ങും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഏതൊക്കെ ആൻസസ്റ്റേഴ്സിന് അവരുടെ ലൈഫിലൊരു ലീഡറാകാൻ പറ്റിയില്ല, എന്ത് കാര്യവും സ്വയമേ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയില്ല, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പകുതിയോളം ആൻസസ്ട്രൽ പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്, 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്. നിങ്ങൾക്ക് ഹെൽപ്പ് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കാം. നിങ്ങളുടെ പൂർവജർ അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിമാർ, അവരോട് നിങ്ങൾക്ക് ചോദിച്ചറിയാം നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൻ്റെ പാറ്റേൺസ്. അതെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾക്ക് അവരുടെ കഥകൾ, ഓക്കെ, അവരുടെ മുൻ ജന്മ കഥകൾ എന്തൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത്, എങ്ങനെയാണ് ജീവിതം ജീവിച്ചിരുന്നത്, അത് നിങ്ങൾ 2-3 ആൻസസ്റ്റേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാറ്റേൺ ലഭിക്കുന്നതാണ്. ആ പാറ്റേൺ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും വെയിറ്റിംഗ് പീരീഡിൽ നിന്ന് വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ പലപ്പോഴും നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ചെയ്തിരുന്നത് എന്തൊരു കാര്യം ചെയ്താലും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ആ വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യൂ. ഒരു കാര്യം ചെയ്യൂ, അത് കഴിഞ്ഞ് മുന്നോട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകൂ. ആ ഒരു കാര്യത്തിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കൂ ആൻഡ് ഏറെ പഠിക്കൂ. സോ എവിടെയോ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് ഈഗോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ഞാൻ ആരെയും താഴ്ത്തി കാണിക്കാൻ വേണ്ടി പറയല്ല. ഓക്കെ, ഇറ്റ്സ് എ നോർമൽ തിങ്. ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാൻ മീൻസ് പഠിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വിവരം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അത് ഉൾപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പാറ്റേൺ ആണ്. ഓക്കെ, സോ ഈ ഒരു പാറ്റേണും നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ നൗ വിൽ ടേക്ക് ഏഞ്ചലിക് അഡ്വൈസ്. Angels, advice for group 1 please. Not the right time. Okay, കോംപ്രമൈസ്. സോ ഇപ്പോൾ പ്രേക്ഷകർ ഒരു വലിയ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഓക്കെ, സോ ഇത് നിങ്ങളുടെ ആൻസസ്ട്രൽ പാറ്റേണിലും വരുന്നതാണ്. നൈറ്റ് ഓഫ് വാൻസ്, ദാറ്റ് ഈസ് പെട്ടെന്നൊരു കാര്യം ആലോചിച്ചു, അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തു, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യാൻ തുടങ്ങി. ആ ഒരു പാറ്റേണും കൂടി ബ്രേക്ക് ചെയ്യുക. അതിനുള്ള ശരിയായ സമയം അല്ല ഇപ്പോൾ. പലപ്പോഴും പ്രേക്ഷകർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ലൈഫ് ടൈമിൽ, അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ ആൻസസ്ട്രൽ പാറ്റേൺസ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ കോംപ്രമൈസിന് മുന്നോട്ട് വരിക. ഓക്കെ, നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക, സോ ദാറ്റ് യു ക്യാൻ വിൻ ലോങ് ടേം. കാരണം നിങ്ങളുടെ ലൈഫിലെ ആൻസസ്ട്രൽ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷന് ഈ ആൻസസ്ട്രൽ പാറ്റേൺ ജീവിക്കേണ്ട ആവശ്യം വരില്ല. ദേ വിൽ ബി ഫ്രീ. ഓക്കെ, സോ അതാണിവിടെ ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ക്ലെയിം ചെയ്യുക. ഓക്കെ, ദാറ്റ് ഐ ക്ലെയിം മൈ ഡിവൈൻ ബ്ലെസ്സിങ്സ്. ഐ ക്ലെയിം ഡിവൈൻ ബ്ലെസ്സിങ്സ് ഫ്രം മൈ ആൻസസ്റ്റേഴ്സ്. ഓക്കെ, ഞാൻ എൻ്റെ ആൻസസ്റ്റേഴ്സിൽ നിന്ന് ബ്ലെസ്സിങ്സ് ക്ലെയിം ചെയ്യുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, കരുങ്കുലി മാല അവൈലബിൾ ആണ്, മണി കപ്പ്, എഡ്യൂക്കേഷണൽ കപ്പ്, ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, ആൻഡ് സാമ്പ്രാണി തിരിയുടെ പാക്സ് അതും അവൈലബിൾ ആണ്. സോ അവൈൽ ചെയ്യേണ്ട പ്രേക്ഷകർക്ക് സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്യാം. ഹീലിങ്സ് ആൻഡ് പേഴ്സണൽ കൺസൾട്ടേഷൻസ് വേണ്ട പ്രേക്ഷകർക്ക് നമ്പർ തന്നിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. മെസ്സേജ് ചെയ്യുക ആൻഡ് കൈൻഡ്ലി വെയിറ്റ് ചെയ്യുക ടിൽ യു ഗെറ്റ് എ റിപ്ലൈ. ഓക്കെ ഗൈസ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർ താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 2 ചൂസ് ചെയ്തത് ഷെയർ യുവർ വോയിസ്, കം ഔട്ട് ഓഫ് ദ കേവ്, പെർസിക്യൂഷൻ, എക്സ്പ്രഷൻ. സോ ഇവിടെ
പറയുന്നത് ദാറ്റ് നിങ്ങളുടെ കാമിക് പാറ്റേൺസ് റിലീസ് ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിലുള്ള നോളജ്, ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള നോളജ്, നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ ത്രൂ ലഭിച്ചിട്ടുള്ള നോളജ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നോളജ്, അത് ആൾക്കാരിൽ പകരൂ. ഓക്കെ, ബിക്കോസ് സംവെയർ നിങ്ങളുടെ നോളജാണ് നിങ്ങളുടെ കാർമിക് ലൂപ്പ് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതെന്താണ് ആൻഡ് എങ്ങനെയാണ് എന്നത് നമുക്ക് നോക്കാം. So how do group 2 can break their karmic cycle? Hangman, Two of Pentacles, King of Swords, Seven of Cups, Three of Cups. സോ പ്രേക്ഷകരുടെ കർമ്മ ഓക്കെ മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാം? സോ ഇവിടെ ഓൾറെഡി ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട് ദാറ്റ് നിങ്ങളുടെ വോയിസ് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അറിവുകൾ, നിങ്ങൾക്ക് എന്തറിയാം അതെന്തും അറിയാം. ഓക്കെ, ഏതൊരു പ്രൊഫഷനിലും ആയിക്കോട്ടെ അത് നിങ്ങൾ പകരൂ. ഓക്കെ, നിങ്ങളുടെ നോളജ് മറ്റാൾക്കാർക്ക് പകർത്തി കൊടുക്കൂ. ഹാങ്മാൻ ആണ് വന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉത്സാഹത്തോടെ റെഡി ആയിരിക്കും. ഓക്കെ, ഈവൻ തോ അത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചല്ലായിരിക്കാം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചല്ലായിരിക്കാം, പുതിയൊരു കാര്യമായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു കാര്യത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ബട്ട് എനി ഹാവ് അതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, നിങ്ങളുടെ കാമിക് ലൂപ്പ് ബെൻഡാകാൻ, ബ്രേക്ക് ആകാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സമ്പാദ്യങ്ങൾ കൂട്ടുക എന്നതാണ്. സോ സംവെയർ മണി റിലേറ്റഡ് കാർമിക് ഇഷ്യൂസ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ മണി റിലേറ്റഡ് ഇഷ്യൂസ് മാറണം എന്നുണ്ടെങ്കിൽ മണി വൈസ് ചെയ്യുന്ന തെറ്റുകൾ, ഓക്കെ, നിങ്ങളുടെ നോൺ പേഴ്സണാലിറ്റീസ്, ഓക്കെ, അത് സറൗണ്ടിങ്ങിലാകാം, നിങ്ങളുടെ വീട്ടിലാകാം, നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടുകാരാകാം. ഓക്കെ, അവരെന്താണ് മണി മിസ്റ്റേക്സ് ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കുക. ഓക്കെ, ആ ലൂപ്പ് അവിടെ ബ്രേക്ക് ചെയ്യുക എന്നതാണ് വരുന്നത്. കിങ് ഓഫ് സ്വോർഡ്, ഏതൊരു ഡിസിഷൻ എടുത്താലും അത് സ്പിരിച്വൽ വൈസിലെടുക്കാനും കൂടി പഠിക്കുക. ഓക്കെ, ഇവിടെ കാർമിക് ലൂപ്പ് പല മെമ്പേഴ്സിനും വന്നിരിക്കുന്നത് ദാറ്റ് അവർക്കറിയാം ഈ ഒരു കാര്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആൻഡ് ദേ ഡയറക്റ്റ്ലി ഗോ ഹെഡ്. അതിൻ്റെ സ്പിരിച്വൽ ലെവലിൽ പോരായ്മകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്താൽ മറ്റാൾക്കാർക്ക് എത്ര ഗുണമുണ്ടാകും, ഓക്കെ, എത്ര ലോസ് ഉണ്ടാകും, അതിനെക്കുറിച്ച് അധികം ആലോചിക്കാതെ ഡിസിഷൻ എടുക്കുന്നതും നിങ്ങളുടെ കാർമിക് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സെവൻ ഓഫ് കപ്സ് പറയുന്നത് ഡിസ്ട്രാക്ഷൻ വളരെ ഈസിയാണ് ഈ ഗ്രൂപ്പിൽ. ഓക്കെ, സോ അതും നിങ്ങളുടെ കാർമിക് ലൂപ്പിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു കാര്യം ചെയ്തു, ആ കാര്യം ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങളത് ബ്രേക്ക് ചെയ്ത് മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ഈ ഒരു കാര്യം, ഏത് കാര്യം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നോ അതിൽ നിന്ന് ബെനിഫിറ്റ് ആകാൻ പോകുന്ന പല മെമ്പേഴ്സിൻ്റെ ലൈഫിലെ ഒരു ആഗ്രഹം നിങ്ങൾ ഇല്ലാതാക്കുന്നു. ഓക്കെ, ആൻഡ് ദെൻ നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് മാറിപ്പോകുമ്പോൾ അത് പലരുടെ പ്രത്യാശയാണ് ഇല്ലാതാക്കുന്നത്. സോ ഇവിടെ ഡിസ്ട്രാക്ഷൻസ് ഏറെയുണ്ട് പ്രേക്ഷകർക്ക്. ഓക്കെ, നിങ്ങളുടെ കാർമിക് ലൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത പ്രേക്ഷകരുടെ കാർമിക് ലൂപ്പ് അല്ലെങ്കിൽ കർമ്മ നേരെയാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതാക്കുക എന്നതും കൂടിയാണ്. ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുക ആൻഡ് അതിൽ തന്നെ മുന്നോട്ട് പോകുക. നെക്സ്റ്റ് ഇസ് ത്രീ ഓഫ് കപ്സ്, പാർട്ടിങ്, ഏറെ ഫ്രണ്ട്സുമായിട്ട് കൊലാബറേറ്റ് ചെയ്യുക ആൻഡ് എഗെയിൻ അതൊരു ഡിസ്ട്രാക്ഷൻ്റെ പാർട്ടും കൂടി ആണ്. ഓക്കെ, സ്വയമിൽ ശ്രദ്ധ കൊടുക്കാതെ മറ്റാൾക്കാരുടെ ജീവിതശൈലിയിൽ ശ്രദ്ധ കൊടുക്കുന്നതും നിങ്ങളുടെ കാമിക് ബാഗേജസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കർമ്മ നേരെയാക്കണമെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക്. ഓക്കെ, വാട്ട് എൽസ്? Hierophant, Page of Swords, the Tower, the Moon.
പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാമിക് ബാഗേജസ് മാറിപ്പോകുന്നത് പ്രാർത്ഥനകളിലും ദൈവകാര്യങ്ങളിലുമാണ്. ഓക്കെ, സോ ദൈവകാര്യങ്ങൾ മീൻസ് മറ്റാൾക്കാരെ സഹായിക്കുക, നീഡി പീപ്പിൾ, ഓക്കെ, നീഡി ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക, ആൻഡ് ഏറെ പ്രാർത്ഥനകളിൽ മുഴുകുക, ആൻഡ് പ്രാർത്ഥനാലയങ്ങളിൽ പോയിട്ട് സർവീസസ് ചെയ്യുക. ഓക്കെ, അതിലൂടെയൊക്കെ ഏറെ നെഗറ്റീവ് കർമ്മ പ്രേക്ഷകർക്കുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതാണ്. ഒരു കാര്യത്തിൽ ട്രൂത്ത്ഫുൾ ആയിരിക്കുക. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം എടുക്കൂ, അതിൽ ട്രൂത്ത്ഫുൾ ആകും. ഞാൻ ഇത് ചെയ്യും, ഇത് ഞാൻ ചെയ്തിരിക്കും, ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കും, ഞാൻ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കും, ഞാൻ സത്യം മാത്രം പറയെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയൂ. ഓക്കെ, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു സഡൻ ഷിഫ്റ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഈ സഡൻ ഷിഫ്റ്റിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് ഇൻക്രീസ് ആകാൻ പോകുന്നത്. ഓക്കെ, എന്തിനാണ് ആ ഇൻറ്റ്യൂഷൻ ഇൻക്രീസ് ആകുന്നത്? എഗെയിൻ ആ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങളുടെ അടുത്ത് വരുന്ന നോളജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നോളജ് മറ്റാൾക്കാർക്ക് പകർത്തി കൊടുക്കാൻ എന്നതാണ്. സോ ഈ ഒരു ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകർ മോസ്റ്റ് പ്രോബബ്ലി ടീച്ചേഴ്സ് and lecturers or mentors, life coaches ഏറെ ആയിരിക്കും. ഓക്കെ, ഓർ ആഗ്രഹിക്കുന്നുണ്ടാകും ആകാൻ. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ അഡ്വൈസ് ദാറ്റ് എങ്ങനെ നിങ്ങളുടെ കർമ്മ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. സോ ലെറ്റ്സ് സീ ഏഞ്ചലിക് അഡ്വൈസ് now. Angelic advice for group 2. No need to worry. Okay. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ജസ്റ്റ് നൗ ഐ സെഡ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ദാറ്റ് ഇൻറ്റ്യൂഷനാണ് ഇൻക്രീസ് ആകുന്നത്. ഇൻറ്റ്യൂഷനിൽ ശ്രദ്ധിക്കൂ. അതുപോലെ തന്നെ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം നടന്നില്ലെങ്കിൽ അതെന്തുകൊണ്ട് നടന്നില്ല അത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അതെങ്ങനെ നടക്കും അതും ആലോചിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓട്ടോമാറ്റിക്കലി അത് അലൈൻഡ് ആണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വോയിസുമായിട്ട് അലൈൻഡ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ ഒരു റീഡിംഗ് ക്ലെയിം ചെയ്യാൻ ഓക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതാം. എൻ്റെ ഇൻറ്റ്യൂഷൻ 3 times ഹയർ ആണ് ഇപ്പോൾ. ഓക്കെ, മൈ ഇൻറ്റ്യൂഷൻ ഈസ് 3 times മോർ റൈറ്റ് നൗ, അല്ലെങ്കിൽ 3 times ഹയർ റൈറ്റ് നൗ എന്നത് നിങ്ങൾക്ക് എഴുതി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഏറെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മണി കപ്പ്, എഡ്യൂക്കേഷണൽ കപ്പ്, ബ്രേസ്ലെറ്റ്സ്, സാമ്പ്രാണി തിരി, ഓക്കെ, കരുങ്കലി മാല, ഇതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്യുക. പേഴ്സണൽ ഹീലിംഗ്സ് ആൻഡ് കൺസൾട്ടേഷൻസിന് വേണ്ടിയിട്ടുള്ള നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർ, താങ്ക് യു സോ മച്ച് ഗൈസ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.